നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഈ വേനൽക്കാലത്ത് 35,500-ലധികം യുവാക്കൾക്ക് യൂറോപ്പ് കണ്ടെത്താനുള്ള യാത്രാ പാസ് സൗജന്യമായി ലഭിക്കും. യൂറോപ്പിന്റെ വൈവിധ്യം, ചരിത്രം, പൈതൃകം എന്നിവയെക്കുറിച്ച് യുവാക്കളെ കൂടുതൽ പഠിപ്പിക്കുക എന്നതാണ് ഡിസ്കവർ EU പദ്ധതി ലക്ഷ്യമിടുന്നത്. സ്കീമിന് യോഗ്യത നേടുന്നതിന് അപേക്ഷകർ പ്രായ മാനദണ്ഡങ്ങൾ ഉൾപ്പെടെ ചില ആവശ്യകതകൾ പാലിച്ചിരിക്കണമായിരുന്നു. ഈ വേനൽക്കാലത്ത് മൊത്തം 35,551 യൂറോപ്യൻ യുവാക്കൾക്കാണ് ഭൂഖണ്ഡത്തിൽ യാത്ര ചെയ്യാനുള്ള പാസുകൾ സൗജന്യമായി ലഭിച്ചത്. ഡിസ്കവർ EU സ്കീം ഇറാസ്മസ് പ്ലസ് പ്രോഗ്രാമിന്റെ ഭാഗമാണ്. കൂടാതെ EU അംഗരാജ്യങ്ങളിലെയും ഇറാസ്മസുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളിലെയും താമസക്കാർക്ക് 18 വയസ്സ് പ്രായമുള്ളവർക്ക് ഭൂഖണ്ഡത്തിൽ യാത്ര ചെയ്യാനുള്ള അവസരം നൽകുന്നുണ്ട്. ഈ വർഷം ഏപ്രിലിൽ നടന്ന ഏറ്റവും പുതിയ റൗണ്ടിൽ 1,80,000 യുവാക്കൾ സൗജന്യ യാത്രാ പാസിനായി അപേക്ഷിച്ചിരുന്നു. അവരിൽ നിന്നാണ് 35,551 യുവാക്കളെ തെരഞ്ഞെടുത്തത്. പാസ് ലഭിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് 2024 ജൂലൈ 1-നും 2025 സെപ്റ്റംബർ 25-നും ഇടയിൽ ഒറ്റയ്ക്കോ 5 പേരുടെ സംഘമായോ യാത്ര ചെയ്യാം. പാസുകൾക്ക് പുറമെ തെരഞ്ഞെടുക്കപ്പെട്ട യുവാക്കൾക്ക് ഒരു യൂറോപ്യൻ യൂത്ത് കാർഡും ലഭിക്കും. ഇത് പ്രാദേശിക ഗതാഗതം, സാംസ്കാരിക സന്ദർശനങ്ങൾ, താമസം, കായിക പഠന പ്രവർത്തനങ്ങൾ, ഭക്ഷണം എന്നിവയിൽ കിഴിവുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. തെക്കൻ ജർമ്മനിയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഫയർമാൻ ഉൾപ്പെടെ 4 പേർ മരിച്ചു. കനത്ത വെള്ളപ്പൊക്കത്തിനിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ ഓടിച്ചിരുന്ന റബ്ബർ ഡിങ്കി മറിഞ്ഞാണ് ഒരു അഗ്നിശമന സേനാംഗം മരിച്ചത്. ബവേറിയയിൽ ഒഴിപ്പിക്കലിനിടെ പ്രത്യേക വിന്യാസത്തിൽ ഏർപ്പെട്ടിരുന്ന സേനാംഗത്തിനാണ് ജീവൻ നഷ്ടപ്പെട്ടത്. വെള്ളം കയറിയ വീടിന്റെ നിലവറയിൽ സ്ത്രീ ഉൾപ്പെടെ 2 പേരെ കാണാതാവുകയും പിന്നീട് മരിച്ച നിലയിലും കണ്ടെത്തുകയായിരുന്നു. ബവേറിയൻ സംസ്ഥാനത്തിന്റെ പ്രധാനമന്ത്രി മാർക്കു സോഡറും ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസും തെക്കൻ ജർമ്മനിയിലെ വെള്ളപ്പൊക്ക പ്രദേശങ്ങൾ സന്ദർശിച്ചു. കാലാവസ്ഥാ വ്യതിയാനം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളിയാഴ്ച മുതൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് ബവേറിയയിലും ബാഡൻ വുട്ടംബർഗിലെയും ആയിരക്കണക്കിന് ആളുകളെയാണ് ഒഴിപ്പിക്കേണ്ടി വന്നത്. അതേസമയം വൻതോതിലുള്ള ജലനിരപ്പ് വെള്ളപ്പൊക്ക പ്രതിരോധം പരാജയപ്പെട്ടതുമൂലം തിങ്കളാഴ്ച മുതൽ രാത്രിയോടെ കൂടുതൽ ഒഴിപ്പിക്കലുകളും തുടരുകയാണ്. ബവേറിയയിൽ തിങ്കളാഴ്ച പുലർച്ചെ അണക്കെട്ട് പൊട്ടിയതിനാൽ ഏബൻഹൗസൻ വെർക്ക് പ്രദേശത്ത് നിന്ന് 800ഓളം ആളുകളെയാണ് ഒഴിപ്പിച്ചത്. മ്യൂണിക്കിന് വടക്കാണ് വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ. ബവേറിയയിലെ ചില പ്രദേശങ്ങളിൽ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിരുന്നു. വെള്ളപ്പൊക്കത്തിന്റെ അനന്തരഫലങ്ങൾ നേരിടാൻ ബവേറിയയിൽ മാത്രം 20,000 പേരെ വിന്യസിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി മാർക്കോ സോഡർ പറഞ്ഞു. അതേസമയം തെക്ക് പടിഞ്ഞാറൻ ജർമ്മനിയിലെ ഹൈഡൽബർഗിലെ നെക്കാർ നദിയുടെ ഉയർന്ന ജലനിരപ്പിൽ ഹൈഡൽബർഗിന്റെ ചരിത്രപരമായ ഭാഗം വെള്ളപ്പൊക്കത്താൽ മുങ്ങി. ബോട്ട് മറിഞ്ഞതിനെ തുടർന്ന് 22-കാരനായ മറ്റൊരു സന്നദ്ധ പ്രവർത്തകനെയും കാണാതായ രക്ഷാപ്രവർത്തകനെ കണ്ടെത്താനുള്ള തെരച്ചിൽ അസാധാരണമാം വിധം ഉയർന്ന വെള്ളവും ശക്തമായ ഒഴുക്കും കാരണം നിർത്തിവെച്ചതായും ലോക്കൽ പോലീസ് അറിയിച്ചു. വ്യാപകമായ വെള്ളപ്പൊക്കവും തുടർച്ചയായ മഴയും ഈ മേഖലയിലെ ഗതാഗതത്തെയും ബാധിച്ചു. വ്യാപകമായ ട്രെയിൻ റദ്ദാക്കലും കാലതാമസവും ഉണ്ടാവുകയും ചെയ്തു. ബവേറിയ, ബാഡൻ വുട്ടംബർഗ് ഭാഗങ്ങളിൽ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ മുന്നറിയിപ്പ്. ബവേറിയയിൽ ഉടനീളം സ്കൂളുകൾക്ക് കൂട്ട അവധി നൽകുകയും ചെയ്തു. സംസ്ഥാനത്തിലുടനീളമുള്ള 8 ജില്ലകളിലെ 40-ലധികം സ്കൂളുകളിലെ വ്യക്തിഗത ക്ലാസുകൾ റദ്ദാക്കിയതായും അറിയിച്ചു. ഡാന്യൂബ് തീരത്ത് അണക്കെട്ടുകൾ ദുർബലമായതിനാൽ ഉടനടി ഒഴിപ്പിക്കലിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഞായറാഴ്ച വൈകുന്നേരം ഡാന്യൂബ്, ഷ്മുട്ടർ നദികളോട് ചേർന്നുള്ള ബവേറിയയിലെ ജില്ലകളെയാണ് ഒഴിപ്പിച്ചത്. പ്രദേശത്തെ അണക്കെട്ടുകൾ വൻതോതിൽ ദുർബലമായതിനെ തുടർന്നാണ് തീരുമാനം ഉണ്ടായത്. അതേസമയം വെള്ളപ്പൊക്കം തുടരുന്നതിനാൽ ഡാന്യൂബിന്റെ തീരത്തുള്ള സിനിയോറൻ നഴ്സിംഗ് ഹോമും ഒഴിപ്പിച്ചു. ജർമ്മനിയിൽ ഇസ്ലാമിക് തീവ്രവാദികളുടെ ആക്രമണങ്ങളും കൊലവിളിയും ഭീഷണിയും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജർമ്മനിയിൽ ജനവികാരം ശക്തമായി ഉയരുകയാണ്. വെള്ളിയാഴ്ച മാൻഹൈ നഗരത്തിലുണ്ടായ കത്തിയാക്രമണത്തിൽ പരിക്കേറ്റ 29-കാരനായ റുവൻ എന്ന ജർമ്മൻ പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചത് ഞായറാഴ്ചയാണ്. ഇതിനു പിന്നാലെ മാൻഹൈമിൽ 100കണക്കിന് ആളുകൾ നഗരത്തിൽ തടിച്ചുകൂടി തങ്ങളുടെ ആശങ്ക അറിയിച്ചു. ആക്രമണം നടന്ന നഗര ചത്വരത്തിൽ 100കണക്കിന് പുഷ്പചക്രങ്ങളും കത്തിച്ച മെഴുകുതിരികളും അർപ്പിച്ചാണ് യുവ പോലീസുകാരൻ ജനങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചത്. പോലീസുകാരൻ ഉൾപ്പെടെ 7 പേരെയാണ് അഭയാർത്ഥിയായി ജർമ്മനിയിലെത്തിയ സുലൈമാൻ അറ്റെ എന്ന 25-കാരനായ അഫ്ഗാനി മാരകമായി കത്തികൊണ്ട് ആക്രമിച്ചത്. ഗത്യന്തരമില്ലാതെ വെടിവെച്ച് വീഴ്ത്തിയാണ് ഇയാളെ പോലീസ് കീഴ്പ്പെടുത്തിയത്. 2015-ലാണ് ഇയാൾ അഭയാർത്ഥിയായി ജർമ്മനിയിലെത്തിയതെന്ന് പോലീസ് വെളിപ്പെടുത്തി. രാജ്യത്ത് അസമാധാനം വിതച്ച് ആഭ്യന്തര ലഹളയും മതസ്പർദ്ധയും വിദ്വേഷവും വളർത്തി ജർമ്മനിയെ ശരിയത്ത് രാജ്യമാക്കി മാറ്റാനുള്ള
ഇസ്ലാമിസ്റ്റുകളെ കർശനമായി നേരിടണമെന്ന് ഭരണ പ്രതിപക്ഷ ഭേദമന്യേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശക്തമായി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അതേസമയം ബാഡൻ-വുർട്ടംബർഗ് സംസ്ഥാനത്ത് വെള്ളിയാഴ്ച ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഭീകരതയ്ക്കെതിരായ റാലിയും മാൻഹൈമിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. കത്തിയാക്രമണത്തെ ചാൻസലർ ഷോൾസും പ്രസിഡന്റ് സ്റ്റൈൻമയറും അപലപിച്ചു. അതേസമയം പോലീസുകാർക്കെതിരെയുള്ള ആക്രമണം പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്ന് പോലീസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. അക്രമികളെ എത്രയും വേഗം നാട് കടത്തണമെന്നും ആവശ്യമുയർന്നു. എന്നാൽ അഫ്ഗാൻ അഭയാർത്ഥികളെ മേലിൽ സ്വീകരിക്കരുതെന്നാണ് തീവ്ര വലതുപക്ഷമായ AFD പാർട്ടി ആവശ്യപ്പെട്ടത്. ഇസ്ലാമിസ്റ്റുകളുടെ ഭീകരതയ്ക്ക് മുമ്പിൽ ജർമ്മനിയുടെ നിയമവും രാജ്യവും കർശന നിലപാട് സ്വീകരിക്കുമെന്നും ആഭ്യന്തരമന്ത്രി നാൻസി ഫൈസർ ഒരിക്കൽ കൂടി വ്യക്തമാക്കി. പോർച്ചുഗലിലെ പുതിയ സർക്കാർ കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കി. യൂറോപ്പിലെ ഏറ്റവും ലിബറൽ ഇമിഗ്രേഷൻ ഭരണകൂടങ്ങളിൽ ഒന്നിൽ പുതിയ പരിമിതികളോടെ വിശാലമായ തുറന്ന വാതിലുകൾ നയം അവസാനിപ്പിക്കുമെന്നാണ് പ്രധാനമന്ത്രി ലൂയിസ് മോണ്ടിനെഗ്രോ വ്യക്തമാക്കിയത്. ഇതിനായി പുതുതായി എത്തുന്നവരുടെ എണ്ണം പരിമിതപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള പ്രധാന മൈഗ്രേഷൻ നയം പോർച്ചുഗൽ തിങ്കളാഴ്ച റദ്ദാക്കുകയും ചെയ്തു. EU ഇതര കുടിയേറ്റക്കാർക്ക് തൊഴിൽ കരാറില്ലാതെ പോർച്ചുഗലിലേക്ക് മാറാനും പിന്നീട് 1 വർഷത്തേക്ക് സാമൂഹിക സുരക്ഷ അടച്ചതിനു ശേഷം റെസിഡൻസി അഭ്യർത്ഥിക്കാനും അനുവദിക്കുന്ന നിയമം ഇതോടെ അവസാനിപ്പിച്ചു. ഇപ്പോൾ കുടിയേറ്റക്കാർക്ക് രാജ്യത്തേക്ക് മാറുന്നതിന് മുമ്പ് ഒരു തൊഴിൽ കരാർ ആവശ്യമാണ്. യൂറോപ്പിലെ ഏറ്റവും തുറന്ന ഇമിഗ്രേഷൻ ഭരണകൂടങ്ങളിൽ ഒന്നാണ് പോർച്ചുഗലിനുള്ളത്. എന്നാൽ രാജ്യം വലതുപക്ഷത്തേക്കുള്ള രാഷ്ട്രീയ മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചതിനാൽ അതിർത്തി നിയന്ത്രണങ്ങൾക്ക് ഒരു സുപ്രധാന പ്രശ്നമായി നിലകൊള്ളുകയാണ്. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി ലൂയിസ് മോണ്ടിനെഗ്രോ കുടിയേറ്റക്കാർക്കുള്ള സ്വാഗതം അമിതമായി ദുരുപയോഗം ചെയ്യുന്നത് അവസാനിപ്പിക്കും എന്നാണ് വ്യക്തമാക്കിയത്. പോർച്ചുഗലിന്റെ വിദേശ ജനസംഖ്യ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഇരട്ടിയായി. ഏഷ്യയിൽ നിന്ന് ധാരാളം ആളുകൾ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് മലയാളികൾ ഫാമുകളിലും റെസ്റ്റോറന്റുകളിലുമായി ജോലി ചെയ്യാൻ എത്തുന്നുണ്ട്. സർക്കാർ കണക്കുകൾ പ്രകാരം ഇപ്പോൾ വിദേശത്തെത്തുന്നവർ 10 ദശലക്ഷം ആളുകളാണ് ഉള്ളത്. മൊത്തം ജനസംഖ്യയുടെ 10-1 വരും ഇത്. കഴിഞ്ഞ വർഷം തന്നെ ഏതാണ്ട് 1,80,000 കുടിയേറ്റക്കാരെ ക്രമീകരിച്ചിരുന്നു. നിലവിൽ ഏകദേശം 4 ലക്ഷത്തോളം റെഗുലറൈസേഷൻ അപേക്ഷകൾ ഇപ്പോഴും തീർപ്പ് കൽപ്പിക്കാനായി കിടപ്പുണ്ട്. പോർച്ചുഗലിന് ആളുകളെ ആവശ്യമുണ്ട്. കൂടുതൽ സമർത്ഥവും സമ്പന്നവുമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ സർക്കാർ ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് ഇമിഗ്രേഷൻ നയം മാറ്റിയതെന്നും സർക്കാർ വ്യക്തമാക്കി. ഇനിയും രാജ്യത്തിന് വിശാലമായ വാതിലുകൾ ഉണ്ടാകില്ല എന്നും കൂട്ടിച്ചേർത്തു. ഇനിയും ഒരു കാര്യം ശ്രദ്ധിക്കുക, പല പരസ്യങ്ങളും കണ്ട് കേരളത്തിലെയും മറ്റു പുറത്തുള്ള ഏജൻസികളുടെയും കയ്യിൽ ലക്ഷങ്ങൾ കൊടുത്ത് പോർച്ചുഗലിലേക്ക് വിമാനം കയറാൻ കാത്തിരിക്കുന്നവർ പുതിയ നിയമം വന്നതോടെ ചതിക്കുഴിയിൽ വീഴുമെന്നും ഞങ്ങൾ മുന്നറിയിപ്പ് തരികയാണ്. ഇപ്പോൾ തന്നെ നിരവധി മലയാളികൾ പോർച്ചുഗലിൽ പുതിയ നിയമത്തോടെ പെട്ടുകിടക്കുകയാണെന്നുള്ള വിവരമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് പോർച്ചുഗലിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നവർ ഒരിക്കൽ കൂടി വീണ്ടും വിചാരം ചെയ്യണമെന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇസ്രായേലിൽ കെയർടേക്കർ വിസയിൽ ജോലിക്ക് വിസ നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയ പ്രതികളെ മുരിക്കാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. കോടിക്കണക്കിന് രൂപയാണ് ഒന്നുകൾ തളിച്ചിറയിൽ TK കുര്യാക്കോസ്, മുരിക്കാശ്ശേരി ചിറപ്പുറത്ത് ഏബ്രഹാമിന്റെ ഭാര്യ ബീന എന്നിവർ തട്ടിയെടുത്തത്. ഒളിവിലായിരുന്ന ഏബ്രഹാമിനെ ആലുവയിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അടിമാലിയിൽ M&K ഗ്ലോബൽ ഇന്റർനാഷണൽ ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന പേരിൽ പിന്നീട് മുരിക്കാശ്ശേരിയിലും എറണാകുളത്തും ഓഫീസുകൾ ആരംഭിച്ചാണ് ഇവർ തട്ടിപ്പ് നടത്തിയത്. 1 ലക്ഷം മുതൽ 15 ലക്ഷം വരെ രൂപ 200ഓളം പേരിൽ നിന്നും തട്ടിയെടുത്തുവെന്നാണ് പോലീസ് കരുതുന്നത്. ലോകത്തിലെ ആദ്യത്തെ സിഖ് കോടതി ലണ്ടനിൽ തുറന്നു. ജൂൺ 1-നാണ് സിഖ് വിഭാഗത്തിൽപ്പെടുന്നവരുടെ സിവിൽ കുടുംബ വ്യവഹാരങ്ങൾ പരിഗണിക്കുന്നതിനായി കോടതി ആരംഭിച്ചത്. സിഖ് മതതത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കും വിധി നിർണയം നടത്തുക. സിഖ് മതത്തിലെ സാംസ്കാരികവും മതപരവുമായ വൈകാരികതകൾ മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ളവർ മതനിരപേക്ഷ കോടതികളിൽ ഇല്ലാത്തതാണ് ഇത്തരമൊരു കോടതി സ്ഥാപിക്കാൻ ഇടയായത്. 30-ൽ പരം മജിസ്ട്രേറ്റുമാരും 15 ജഡ്ജിമാരും അടങ്ങിയതാണ് കോടതി. യാത്രയ്ക്കിടെ വിമാനത്തിനുള്ളിൽ അതിക്രമം കാണിച്ച 25-കാരനായ കോഴിക്കോട് സ്വദേശിയെ മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ വിമാന ജീവനക്കാരെ ആക്രമിക്കുകയും വിമാനത്തിന്റെ വാതിൽ തുറക്കാൻ ശ്രമിച്ചെന്നും പോലീസ് അറിയിച്ചു. കോഴിക്കോട് നിന്ന് ബഹ്റിനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസിലായിരുന്നു സംഭവം. തുടർന്ന് മുംബൈ ഛത്രപതി ശിവജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനം അടിയന്തരമായി ഇറക്കുകയും ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു. വിമാനം കോഴിക്കോട്ട് നിന്ന് പറന്നുയർന്നതിന് പിന്നാലെ ഇയാൾ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുകയും തുടർന്ന് വിമാനത്തിന്റെ പിന്നിലേക്ക് പോയി ജീവനക്കാരെ ആക്രമിക്കുകയും വാതിൽ തുറക്കാൻ ശ്രമിച്ചുവെന്നുമാണ് പോലീസ് പറഞ്ഞത്.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.